ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ജീനിയസ് ചാനൽ. 2025 JEE ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. ഈ വീഡിയോൻ്റെ അവസാനം എന്താണ് അനൗൺസ്മെൻറ്റ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ 2025 JEE ആസ്പിരൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളും പാരൻസും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം. ആൻഡ് ബൈ ദ വേ, നമ്മുടെ അക്കാഡമിക്കറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കുട്ടികളെല്ലാവരും ട്രാക്കിലായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സൈലത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെല്ലാവരും 2025 JEE ആസ്പിരൻസ് എല്ലാവരും ഏതെങ്കിലും ഒരു കൃത്യമായുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നെങ്കിൽ ഒരു ഓൺലൈൻ സൂപ്പർ കിങ്സ് ബാച്ചിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സൂപ്പർ കിങ്സ് ബാച്ചിലോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഭാഗമോ ആയിരിക്കും. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫ്ലൈൻ ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വീര ബാച്ചിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ധീര ബാച്ചിലോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരുന്നതാകും. നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ്ങിൻ്റെ ഭാഗം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു കോച്ചിങ് സംവിധാനത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഇത് എൻട്രൻസ് എക്സാമുകളാണ്. അതിന് സിസ്റ്റമാറ്റിക് ആയുള്ള കോച്ചിങ്ങും ഗൈഡൻസും പ്രിപ്പറേഷനും വേണ്ടത് നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കോച്ചിങ് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അതിനു മുമ്പ് എല്ലാവരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2025 JEE വരാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് വരാൻ പോകുന്നത് 2 ഫേസിലായിട്ടാണ് നടക്കുന്നുണ്ടാവുക. ആദ്യത്തെ ഫേസ് ജനുവരിയിലും രണ്ടാമത്തെ ഫേസ് ഏപ്രിലും ആയിരിക്കും. ജനുവരി ഫേസ് വരാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തെ കണക്കൊക്കെ പ്രകാരം ജനുവരി 20-നും ഒരു 25-നും ഇടയ്ക്കിലൊക്കെ ആയിരിക്കും സാധാരണ തുടങ്ങാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം ലൈൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. സാധാരണ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു വർഷമുണ്ടല്ലോ പ്രിപ്പറേഷൻ. പക്ഷേ ഇവിടെ ഒരു വർഷം ഇല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് റിപ്പീറ്റൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമിക് ഇയർ ഫുള്ള് നമ്മുടെ കയ്യിലില്ല. അത്രയും ലിമിറ്റഡ് സമയമുള്ളൂ. അപ്പോൾ സൈലത്തിൻ്റെ കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ വെൽ ഇൻ അഡ്വാൻസ് തന്നെ നമ്മൾ പോർഷൻ തീർക്കുകയും നമ്മൾ 2025 JEE ജനുവരി സെഷന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ആദ്യത്തെ പ്രിപ്പറേഷൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ട് നമ്മൾ പോർഷൻ തീരുകയും അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സീരീസും റിവിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഓർക്കുക, ജനുവരി ഫേസാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം ജനുവരി ഫേസിൽ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള സാധ്യതകൾ അതിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ JEE മെയിൻ 2025 ആസ്പിരൻസും അവരുടെ പാരൻസും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പല ടൈപ്പുള്ള കുട്ടികളുണ്ടാവും. ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ സ്കൂളിൽ ടോപ്പ് റാങ്കിലൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം JEE എന്ന് പറഞ്ഞ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പല ആളുകളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഞാനത് ഉറപ്പിച്ച് പറയട്ടെ, നമ്മുടെ JEE എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കുട്ടികൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അതിന് കാരണം വളരെ സിമ്പിളാണ്. +1 +2 സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് NCERT സിലബസ് ആണ്. ഈ NCERT സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ് JEE എക്സാം. സിലബസ് എക്സാക്ട്ലി സെയിം ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വരുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണവും പാറ്റേണും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലുമാണ് അതിൽ വ്യത്യാസമുള്ളതെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. ഇതിൽ നമ്മുടെ മക്കളുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആളുകൾ ആരായിരിക്കും എന്നറിയോ? അവരതേ പ്രായത്തിലുള്ള 17, 18, 19 വയസ്സുള്ള നമ്മുടെ മക്കൾ 2025 പരീക്ഷ എഴുതുമ്പോൾ അവരെ കൂടെ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ആരായിരിക്കും? ഇതേ പ്രായത്തിലുള്ള 17, 18, 19 വയസ്സുള്ള ഇന്ത്യക്കാരായുള്ള കുട്ടികളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന NCERT സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള അതേ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ അതേ പ്രായത്തിലുള്ള ഇന്ത്യക്കാരായ കുട്ടികളൊക്കെ വന്ന് എഴുതുന്ന ഒരു പരീക്ഷ തന്നെയാണ് JEE പരീക്ഷ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ആ കുട്ടി ക്ലാസ്സിൽ ടോപ്പറോ എക്സ്ട്രാ ഓർഡിനറി പെർഫോമറോ അല്ലെങ്കിൽ പോലും സിസ്റ്റമാറ്റിക് ആയുള്ള കോച്ചിങ്ങും ഗൈഡൻസും പ്രിപ്പറേഷനും മെൻറ്റർഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പോയിന്റ് നമ്പർ 1. അപ്പോൾ യുവർ സൺ ഓർ ഡോട്ടർ ക്യാൻ ആൾസോ ക്രാക്ക് JEE വിത്തൗട്ട് ബീയിങ് ദ ടോപ്പർ ഇൻ ദെയർ സ്കൂൾ. ഓക്കെ, ദാറ്റ് ഇസ് മൈ പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ എക്സാമിൻ്റെ സിലബസ് എക്സാക്ട്ലി സെയിം. NCERTൻ്റെ അതേ പ്രിസ്ക്രൈബ്ഡ് സിലബസ് തന്നെയാണ് JEEക്കാരും പറഞ്ഞു തരുന്ന സിലബസ്. പക്ഷേ
ഇതിൻ്റെ എക്സാമിൽ വ്യത്യാസം വരുന്നത് വെച്ചാൽ എക്സാമിൻ്റെ സ്റ്റൈലും പാറ്റേണും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്രയും കാലങ്ങൾ സ്കൂൾ പരീക്ഷകൾ എഴുതിയിട്ടാവും അവർ പരിശീലിച്ചിട്ടുണ്ടാവുക. സ്കൂൾ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് പരീക്ഷകളാണ്. അത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളാണ്. പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു 3 മണിക്കൂറിലോ 2 മണിക്കൂറിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രം ചെയ്യേണ്ട പരീക്ഷയാണ്. എന്നാൽ ജെഇയിലേക്ക് വരുമ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ആൻഡ് ഇതൊരു കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ആൻസറൊക്കെ ഉള്ള ചില ക്വസ്റ്റ്യനുകൾ. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ അതിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സ്കൂളിലെ പരീക്ഷയിലെ പോലെ പാർഷ്യൽ മാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണും അതിൻ്റെ സ്റ്റൈലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ ഇത്രയും കൊല്ലം 12 കൊല്ലം നമ്മൾ പഠിച്ച പാറ്റേണേ അല്ല. സ്കൂളിലെ പരീക്ഷ ഒന്ന് ആലോചിക്കുകയെ, നമ്മളൊരു ക്വസ്റ്റ്യന് കുറച്ച് ഫോർമുല എഴുതി വെച്ചാൽ ചിലപ്പോൾ പാർഷ്യൽ മാർക്കിംഗ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതിയാൽ നമുക്ക് പാർഷ്യൽ മാർക്കിംഗ് കിട്ടുന്നുണ്ടാവും, കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി അതിന് പ്രപ്പോഷലായിട്ട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഫൈനൽ ആൻസർ മാത്രം മാറ്റർ ചെയ്യുന്ന, ആൻസർ തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്കിംഗ് വരെ കിട്ടുന്ന ടൈപ്പ് പരീക്ഷകളാണ് ഈ പറഞ്ഞ ജെഇ എന്ന് പറഞ്ഞ പരീക്ഷ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബോർഡ് എക്സാം എന്നുള്ള എക്സാമിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. സിമിലാരിറ്റി ഞാൻ ആദ്യം പറഞ്ഞു, എന്താണ്, സിലബസ് സെയിം ആണ്, പക്ഷേ ഇവിടെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ദാറ്റ്സ് മൈ പോയിന്റ് നമ്പർ 2. they need to understand the exam style and pattern. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെഇ എന്ന് പറഞ്ഞത് എന്താണ്, കോമ്പറ്റീറ്റീവ് പരീക്ഷകളാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച് എഴുതുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് പരീക്ഷ, SSLC ഒരു ക്വാളിഫയിങ് പരീക്ഷ, അടുത്തേക്കുള്ള ക്വാളിഫിക്കേഷനാണ്. അതേപോലെ +2 ബോർഡ് എക്സാം ഒക്കെ ക്വാളിഫിക്കേഷൻ പരീക്ഷകളാണ്. ഇവിടുത്തെ കോമ്പറ്റീറ്റീവ് പരീക്ഷകളാണ്. കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളുടെയും ഒക്കെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ കൊല്ലം 2024 ജെഇ മെയിൻ പരീക്ഷ എഴുതിയത് 15 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ എഴുതിയത്. ആൻഡ് ഈ വർഷത്തേക്ക് വരുമ്പോൾ 2025 വരുമ്പോൾ അത്രയും നമ്പറോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആളുകൾ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവായ പരീക്ഷ. എന്നാൽ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 60,000-അടുത്താണ് സീറ്റുകളുള്ളത്. അതായത് ജെഇ വഴി വരുന്ന, ജെഇ മെയിൻ 2 സ്റ്റേജ് ഉണ്ടല്ലോ, ജെഇ മെയിനും ജെഇ അഡ്വാൻസും ഉണ്ട്. ജെഇ വഴി, ജെഇ സിസ്റ്റം വഴി കിട്ടുന്ന അഡ്മിഷൻ കിട്ടുന്ന IITകൾ, NITകൾ, IIITകൾ, മറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായിട്ട് ഏകദേശം 60,000-ഓളം സീറ്റുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം. 15 ലക്ഷം ആസ്പിരൻസും 60,000 സീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമ്മൾ ഈ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം കുട്ടികളും അതോടൊപ്പം പാരൻസ് കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആൻഡ് അടുത്തൊരു കാര്യം, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കോമ്പറ്റീഷൻ. ആൻഡ് 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികളതിൽ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇപ്പോൾ +2 എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എക്സാം അവർ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം, അക്കാഡമിക് ഇയർ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, ഒരു 5 മാസമൊക്കെ ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യേണ്ടി വരും, +1 +2 മുഴുവൻ സിലബസ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം നമ്മളെങ്ങനെ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവരുടെ കയ്യിലും 24 മണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടാവും, ഒരു കുട്ടി എത്ര നേരം പഠിക്കണം? അപ്പോൾ ഇപ്പോൾ ജെഇ ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സമയം പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാക്സിമം സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഞാൻ പഠിക്കണോ? അല്ല, 24 മണിക്കൂറിൽ ഒരു തമ്പ് റൂളായിട്ട് ഞാൻ പറഞ്ഞു തരാം. 24 മണിക്കൂർ നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മളൊരു 10 മണിക്കൂർ നമ്മുടെ പേഴ്സണൽ സ്പേസിന് യൂസ് ചെയ്യാം. 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാനും നമ്മളെ പേഴ്സണൽ സ്പേസിനുമായിട്ട് 10 മണിക്കൂർ യൂസ് ചെയ്യാം. ബാക്കി 14 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾക്ക്, അക്കാഡമിക് പർപ്പസിന് ഉപയോഗിക്കണം. അപ്പോൾ 14 മണിക്കൂറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവാം. ഇപ്പോൾ സ്കൂളിൻ്റെ ഒരു 6 മണിക്കൂറുണ്ടെങ്കിൽ 6 മണിക്കൂർ അതിലേക്ക് മാറ്റി വെച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കോച്ചിങ് ഉണ്ടാവും, കോച്ചിങ് ഒരു 2 മണിക്കൂറുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വെച്ചു. ബാക്കിയുള്ള സമയം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ 14 മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവ് വർക്കുകൾക്ക്, അതായത് സ്കൂൾ വർക്കിനോ അല്ലെങ്കിൽ കോച്ചിങ്ങിലെ വർക്കിനോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതാണ് അതിലെ തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴത്തെ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഡെയിലി 14 മണിക്കൂർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ നമ്പർ അച്ചീവ് ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. സോ ദാറ്റ് ഈസ് മൈ റൂൾ നമ്പർ 4. വി നീഡ് ടു നോ ഹൗ ടു മാനേജ് അവർ ടൈം എഫിഷ്യൻ്റ്ലി. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡ് എക്സാമിൽ നിന്ന് എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ സ്ട്രൈക്ക് ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് അറിയോ? ബോർഡ് എക്സാമിന് നമ്മുടെ ലക്ഷ്യം എന്താ? 100% മാർക്ക് വാങ്ങുക, 90% വാങ്ങുക, അല്ലെങ്കിൽ 95% വാങ്ങുക
എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ സിലബസ് മുഴുവൻ പഠിക്കണം, ബോർഡ് എക്സാമിന് വരുന്ന പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി പോകണം, ആ രീതിയിൽ സ്കോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്. എന്നാൽ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ 100% സിലബസ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റാങ്കിലേക്ക് എത്താം. കാരണം ഇതെല്ലാം ലോ സ്കോറിങ് പരീക്ഷ. ഇതിലെ കണക്ക് ഞാൻ പറഞ്ഞു തരാം. JEE മെയിനിൽ ടിപ്പിക്കലി 300 നടക്കുന്ന പരീക്ഷയിൽ 150-നും 300-നും ഇടയിൽ, അതായത് 50% മുതൽ 67% വരെ മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ജനറൽ കാറ്റഗറിയിൽ നല്ലൊരു NIT അത്യാവശ്യം നല്ലൊരു സീറ്റ് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ 150 to 200 കിട്ടിയാൽ പോലും അത് മാത്രം അച്ചീവ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. 150 to 200 റേഞ്ചിൽ വന്നാൽ പോലും ഔട്ട് ഓഫ് 300 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ 100% സിലബസ് പഠിച്ച് കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ നമ്പറിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ 100% സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കണം. റിവിഷൻ്റെ സമയത്ത് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുറച്ചെങ്കിൽ കുറച്ച് ടോപ്പിക്ക് നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഡ്യൂറിങ് ദി എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 അവർ എക്സാമിൽ ചിലപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക, അതാണ് അതിൻ്റെ ലോജിക്ക്. അല്ലാണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഇപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുഴുവൻ ടോപ്പിക്കൊക്കെ പഠിച്ചു പോകണം. കാരണം നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്ക്, ഏതാണ് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുക, ഏതാണ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ മനസ്സിലായി വരുള്ളൂ. അപ്പോൾ റിവിഷൻ്റെ സമയത്തൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം മാറ്റി വെക്കാനൊക്കെ സാധിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ ഫേസിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാനൊന്നും പാടില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു 100% സ്കോർ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ 90% സ്കോർ ചെയ്യാവുന്നതോ ഒന്നും നമ്മൾ അച്ചീവ് ചെയ്യണ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 50% മുതൽ 67% വരെ കിട്ടിയാൽ പോലും നല്ല റാങ്ക് കിട്ടാവുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇപ്പോൾ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. റിവിഷൻ്റെ സമയത്ത് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് എന്താണത് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് ദി എക്സാമിനേഷൻ മേ ബി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം അത് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യനിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് പറഞ്ഞു തരും. അപ്പോൾ 5ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ടു സ്കോർ ഡീസെൻ്റ്ലി വെൽ ഇൻ JEE you don't have to score 100% or you don't have to complete 100% of the syllabus. Okay, that is my point number 5. And 6ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ബോർഡ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായി ഈ എൻട്രൻസ് പരീക്ഷയിൽ ചോദിക്കുന്ന അൾട്ടിമേറ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ബോർഡ് എക്സാമിൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ടാവും, കുറേ ഡിസ്ക്രിപ്റ്റീവായിട്ട് കുറേ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ എൻട്രൻസ് എക്സാമിൽ അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളായാൽ പോലും നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ കുറച്ച് ട്വിസ്റ്റുകളും നന്നായിട്ട് നമ്മളെ തിങ്കിങ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കില്ലും അനലറ്റിക്കൽ തിങ്കിങ്ങും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കുറേ മെമ്മറി ബേസ്ഡ് ഉണ്ടാവും. എന്നാൽ പോലും മാത്തമാറ്റിക്സ് പോലത്തെ സബ്ജക്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, കംപ്ലീറ്റ്ലി പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുണ്ടാവും. നല്ല ചിന്തിക്കേണ്ടതായിരിക്കും. ഫിസിക്സ് കെമിസ്ട്രിയിലേക്കും വരുമ്പോഴും ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തുതന്നെയായിരിക്കും, പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ യു ഷുഡ് ബി എക്സ്ട്രീംലി ഗുഡ് അറ്റ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ തിയറി പഠിച്ച് അവസാനം പ്രോബ്ലം സോൾവ് ചെയ്യാൻ സമയമില്ലെങ്കിൽ പണി പാളും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകണം. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന സാധനം ലാസ്റ്റ് ബെഞ്ചിലേക്ക് മാറ്റി വെക്കരുത്. തിയറി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസുമായിട്ട് മുന്നോട്ട് പോകണം. ഒരു നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് തിയറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പ്രോബ്ലം സോൾവിങ്ങിൽ കൂടെ ബാക്കി തിയറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന് നല്ലൊരു സ്ട്രാറ്റജി. ആൻഡ് ഓഫ് കോഴ്സ് കോച്ചിങ്ങിൻ്റെ ഭാഗമായ ആളുകൾക്കൊക്കെ ഇതിന് കൃത്യമായുള്ള ഗൈഡൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ 6ാമത്തെ റൂൾ എന്ന് പറയുന്നത്, 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യു ഷുഡ് ബി എക്സ്ട്രീംലി ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലം ടു ക്രാക്ക് ആൻ എൻട്രൻസ് എക്സാം ലൈക്ക് JEE. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ്, 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യു ഷുഡ് നോ ഹൗ ടു ചൂസ് യുവർ സ്റ്റഡി മെറ്റീരിയൽ വൈസ്ലി. നമ്മൾ ചുറ്റും നോക്കിയ ധാരാളം മെറ്റീരിയൽസാണ്. ബുക്കുകളായിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിക്കോട്ടെ, കോച്ചിങ്ങിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇനി ഓൺലൈനിൽ വന്നാൽ കുറേ PDF-കളും കുറേ യൂട്യൂബ് ക്ലാസ്സുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. അപ്പോൾ പ്രിപ്പറേഷൻ നിങ്ങൾ എന്താണ്, മെറ്റീരിയൽ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോച്ചിങ്ങിനുള്ള ആളുകൾ കോച്ചിങ്ങിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പ്രൈമറി റിസോഴ്സ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ എന്തുണ്ടാവണം, NCERT കൂടെ ഉണ്ടാവണം. അപ്പോൾ NCERTയും കോച്ചിങ്ങിൻ്റെ മെറ്റീരിയലും ആയിരിക്കണം
നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ സൈലത്തിലൊക്കെ വരുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കൃത്യമായുള്ള നോട്ടുകളും സ്ലൈഡുകളൊക്കെ കിട്ടുന്നുണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അവർക്ക് കൃത്യമായുള്ള DPP കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അതാണ് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടത്. അതിന് പുറമെ കെമിസ്ട്രി ഫിസിക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? NCERT ബുക്കുകൾ വായിക്കുകയും അതിൽ ആ NCERTയിലൊരു ഡീപ്പ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് PYQs ആണ്. എക്സ്ട്രാ ഇതിന് പുറമെ കിട്ടുന്ന സമയത്തിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബെഞ്ച് മാർക്ക് പ്രോബ്ലംസ്. സ്വാഭാവികമായിട്ടും നമ്മളെ കോച്ചിങ് മെറ്റീരിയലൊക്കെ DPPയിലൊക്കെ ലാർജ് നമ്പർ ഓഫ് PYQs ഉണ്ടാവും. അഡീഷണൽ പ്രാക്ടീസ് വേണ്ടവർ PYQ ആണ് ചെയ്യേണ്ടത്. അതല്ലാതെ പല പുസ്തകങ്ങളും പല മെറ്റീരിയൽസും പല യൂട്യൂബ് ചാനലും വാച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കൃത്യമായിട്ട് നിങ്ങളൊരു കോച്ചിങ് സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഫോളോ ചെയ്ത് പോകുകയാണ് വേണ്ടത്. ആൻഡ് അഡീഷണൽ ആയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സൈലത്തിൻ്റെ ജീനിയസ് ചാനൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാം നടക്കണം, ആ എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ അത് നമ്മൾ തരും. ഓക്കെ, അപ്പോൾ അതിനൊന്നും നിങ്ങൾ വേറെ അന്വേഷിച്ച് പോകേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവസാനം ഒന്നും കൂടി ഞാൻ സമ്മറൈസ് ചെയ്ത് പറയട്ടെ. എൻ്റെ പോയിന്റ് നമ്പർ 7 എന്ന് പറയുന്നത് എന്താണ്? യു ഷുഡ് നോ ഹൗ ടു ചൂസ് യുവർ സ്റ്റഡി മെറ്റീരിയൽ വൈസ്ലി ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഇൻഫിനിറ്റ് ടൈം. ലിമിറ്റഡ് ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആൻഡ് നമ്പർ 8, എട്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ മോക്ക് എക്സാംസിനെ കുറിച്ചാണ്. എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞത് ഒരുപാട് ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉള്ള ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് അതുപോലത്തെ എക്സാംസ് എഴുതി നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയുള്ള എക്സാംസ് എഴുതണം. അതിന് പുറമെ എന്താണ്, പബ്ലിക് എക്സാംസ് എഴുതണം. ഫോർ എക്സാമ്പിൾ സൈലം നടത്തുന്ന GIB നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. കേരളം മുഴുവൻ കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കണേ. ഇതിന് പുറമെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആക്ച്വൽ എക്സാമിന് മുമ്പ് നമ്മളെ പെർഫോമൻസ് എവിടെയാണ്, എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ യു ഷുഡ് അറ്റംപ്റ്റ് ലാർജ് നമ്പർ ഓഫ് മോക്ക് എക്സാംസ്. അത് മസ്റ്റാണ്. എക്സാം എഴുതുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയും മടിയും നമ്മൾ കാണിക്കരുത്. ദാറ്റ് ഇസ് മൈ റൂൾ നമ്പർ 8. യു ഷുഡ് നോ ഹൗ ടു റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ് ദി മോക്ക് എക്സാംസ്. ആൻഡ് മോക്ക് എക്സാംസ് എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്യലും കാര്യങ്ങളൊക്കെ, അത് അനലൈസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ 2 കൊല്ലം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും 3 കൊല്ലം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും 1 കൊല്ലം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ അവസാനം പരീക്ഷ പോയിട്ട് എഴുതുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു 3 ഹവറിലാണ്. ഈ ഒരു 3 ഹവർ വിൻഡോയിലാണ് നമ്മളിതെന്താണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 3 ഹവർ വിൻഡോ, ആ ഡ്യൂറിങ് ദ 3 ഹവർ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ 3 ഹവർ വിൻഡോയിൽ നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ പാനിക് ആവാനൊന്നും പാടില്ല. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണം. അപ്പോൾ ആ സമയത്തുള്ള എക്സാമിനേഷന് വേണ്ടിയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ മൈൻഡ് സെറ്റ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, 3 മണിക്കൂർ എക്സാമിനാണ് ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയുള്ള ആ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയുള്ള ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ് മുറികളിൽ ടീച്ചേഴ്സായിട്ട് നിരന്തരം സംസാരിക്കുകയും അതേപോലെ തന്നെ ടീച്ചേഴ്സ് എന്നുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ യു ഷുഡ് സ്റ്റേ മോട്ടിവേറ്റഡ്. നമ്മൾ ആ 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ നടത്തുന്നത്. ഈ പ്രിപ്പറേഷൻ മുഴുവൻ ആ 3 മണിക്കൂറിന് വേണ്ടിയാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് മൈ പോയിന്റ് നമ്പർ 9. യു ഷുഡ് നോ ഹൗ ടു അപ്രോച്ച് യുവർ ഫൈനൽ എക്സാം വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടല്ല നമ്മൾ പോയി എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പലപ്പോഴും അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് പോകാനും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യലും അങ്ങനെയൊക്കെ സമയനഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും സൈലത്തിൻ്റെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത കുട്ടികൾക്കൊക്കെ ഇതിന് വേണ്ട കൃത്യമായുള്ള ഗൈഡൻസ് ക്ലാസ് മുറിയിൽ കൂടിയും മെൻറ്റർഷിപ്പ് വഴിയും പീരിയോഡിക്കായിട്ട് നമ്മുടെ സൈലം ജീനിയസ് വഴിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അൾട്ടിമേറ്റ്ലി കമ്മിങ് ടു ദ അനൗൺസ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ 2025 പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, നിങ്ങൾക്ക് വേണ്ട സ്ട്രാറ്റജീസ്, നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ്, നിങ്ങൾക്ക് വേണ്ട റിവിഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സൈലത്തിൻ്റെ എൻ്റെയർ JE ടീം ഇറങ്ങാണ് മക്കളെ.
ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ JEE ചാനലിൽ നിരന്തരം കണ്ടൻറ്റുമായിട്ട് നമ്മുടെ ടീം ഉണ്ടാവും. എല്ലാ വർഷത്തെ പോലെയും 2025 JEE ആസ്പിറൻസിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായുള്ള റിക്വയർമെൻറ്റ് വേണ്ട, ഫോർ എക്സാമ്പിൾ മോട്ടിവേഷൻ വേണ്ട സമയത്ത് മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് വേണ്ട സമയത്ത് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ എക്സാമിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അതിന് വേണ്ട ഗൈഡൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഫുൾ ഫ്ലഡ്ജ് സപ്പോർട്ടുമായിട്ട് സൈലത്തിൻ്റെ എൻ്റയർ ജീനിയസ് ടീം നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾ വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അതിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു കാര്യവും മിസ്സാക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടും. സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.